ഹലോ, ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാലോ? ദോശയും കടലക്കറിയാണേ. ദോശമാവ് ഇന്നലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കടല ഇന്നലെ നൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ കടല എടുത്ത് കഴുകി കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വിസിൽ വരാനായിട്ട് അങ്ങ് വെച്ച് 2-3 വിസിലാകുമ്പോഴത്തേക്കും കടല വേവുമല്ലോ. അപ്പോഴത്തേക്കും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. പാൻ എടുത്ത് ചൂടാക്കി ഇതിലാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ലേശം വാടി വന്നതിന് ശേഷം നമുക്കതിലാവശ്യമായിട്ടുള്ള മസാല ചേർക്കാം. ഗരം മസാല, പെരുംജീരകം, ലേശം കുരുമുളക്, കുറച്ച് മുളക് പൊടി, ഇവയാണ് ഞാൻ എടുത്തിരിക്കുന്ന മസാല. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് ഡ്രൈ ആയി വരണം, പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരണം. അപ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ തക്കാളി ഒന്ന് കുക്കായി വരും. അങ്ങനെ തക്കാളി എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കടല വെന്തു. കടലയുടെ കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലതായിട്ട് ഒന്നുകൂടി ഗ്രേവിയായി വരും. അങ്ങനെ കടലയിലെ വെള്ളം ചേർത്ത് അതൊന്ന് കുറുകി വന്നപ്പോഴത്തേക്കും നമുക്ക് ഈ മസാല എടുത്ത് കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കടലക്കറി ഇവിടെ സെറ്റായിട്ടുണ്ടേ. കടലക്കറി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നല്ലേ. അപ്പോഴേക്കും നമുക്ക് മാവൊക്കെ സെറ്റ് ചെയ്യാം. ഉപ്പൊക്കെ ഇട്ട് മാവൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് നമുക്കിനി ദോശ ഇടാം. അങ്ങനെ പാൻ ചൂടാക്കി അതിലേക്ക് ദോശ അങ്ങോട്ട് കോഴി ഒഴിച്ച് ദോശ നന്നായിട്ട് പരത്തി കൊടുത്തേ. ഒരു സൈഡ് മൂത്ത് വന്നപ്പോൾ ദോശ തിരിച്ചിട്ട് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ദോശയും റെഡി. അങ്ങനെ ദോശയും കടലക്കറിയും രാവിലെയല്ലേ, ഹെൽത്തി ആയിക്കോട്ടെ, കുറച്ച് ബദാമും കൂടെ ആയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. താങ്ക് യു.